നമസ്തേ, ഞാൻ ശ്രീദേവ്. കേൾക്കുമ്പോൾ ഹെഡ് കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സംശയം ചോദിച്ചു. വിന്റർ സീസണിൽ പറ്റുന്ന മാസ്ക് പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ടിപ്സോ അങ്ങനെ എന്തെങ്കിലും റെമഡി. അപ്പോൾ ഈ ശരിക്കും വിന്ററിൽ എന്താ സംഭവിക്കുന്നത്? വിന്റർ സീസണിൽ നമുക്ക് നമ്മുടെ സാധാരണ മിക്കവരിലും ഉണ്ടാകുന്ന പ്രശ്നമാണ് അല്ലേ? ചുണ്ടൊക്കെ വരണ്ട് വരണ്ടിരിക്കും അല്ലേ? ചുണ്ട് തൊലി പോകുന്ന അവസ്ഥ, ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും, ഫേസ് ഒക്കെ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പം അതുപോലെ ചിലർക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം വരും. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ ജലാംശം വറ്റിപ്പോകുന്ന ആ ഒരു തോന്നലായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് തന്നെ നമുക്ക് തലയിലും തലോട്ടിലും സ്കാൽപ്പിലും ഹെയറിലൊക്കെ ഇതേ സെയിം എഫക്റ്റ് ഉണ്ടാവും. മുടി ഭയങ്കരമായിട്ട് സ്കാൽപ്പൊക്കെ ഡ്രൈ ആയിട്ട് പോകും. അപ്പം അതുപോലെ ഡ്രൈ ആയിട്ട് പോകുമ്പോൾ മുടി കൊഴിച്ചിൽ കൂടി ഒരുപാട് മുടി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, പിന്നെ കൂടാതെ പൊട്ടി പൊട്ടി പോകുന്ന അവസ്ഥ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹെയർ ഗ്രോത്ത് ഇല്ലാത്ത അവസ്ഥ, ഈ ഡ്രൈനെസ് ഒക്കെ വരുമ്പോൾ വേണ്ട. അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഓയില് മുടിയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അപ്പോൾ മുടിയിൽ ഓയിലില്ലായ്മ വരാം. പിന്നെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് നശിപ്പിച്ച് കളയാം. ഇതൊക്കെയാണ് നമുക്ക് വിന്റർ സീസണിൽ വരുന്ന പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ കൂടുതലായിട്ടും വിന്റർ സീസണിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുടി എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. എപ്പോഴും വരണ്ടതല്ലാതെ മോയ്സ്ചറൈസേഷൻ എന്ന് പറയും, അങ്ങനെ ചെയ്യാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് ഹെയർ മാസ്ക് നമുക്ക് പറയാം കേട്ടോ. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് കേട്ടോ. അത് ഈ ചെമ്പരത്തിയുടെ ഇലയുണ്ടല്ലോ, ചെമ്പരത്തി ഇല, ഇത് ഒരു പിടി ചെമ്പരത്തി ഇല എടുക്കാം. നമ്മൾ ഒരു പിടി ചെമ്പരത്തി ഇല എടുത്തിട്ട് ഇത് കണ്ടോ, ചുമന്ന പൂവിൻ്റെ ചെമ്പരത്തി 5 ദളാണെങ്കിൽ ഞാൻ കാണിക്കാറ്. 5 ദളാണെങ്കിൽ അത്, അല്ലെങ്കിൽ കട്ടച്ചെമ്പരത്തി ആണെങ്കിൽ അതിൻ്റെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കാം. ഇത് എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ബാക്ക് സൈഡിൽ കീടങ്ങളുണ്ടോ എന്ന് നോക്കാം, മാറാമ്പിൽ പുരയിലൊക്കെ നോക്കാം. അത് കഴുകി വെള്ളത്തിലിട്ട് അലമ്പി കഴുകി എടുത്തിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം. അരച്ചരച്ച് നല്ല പേസ്റ്റ് പോലെ എടുക്കാം. പേസ്റ്റ് പോലെ എടുത്തിട്ട് അതിൽ നമ്മൾ ഏറ്റവും സൂപ്പറായിട്ടുള്ള നമ്മുടെ ഗ്ലിസറിൻ കേട്ടോ, ഗ്ലിസറിൻ 5 ml എടുക്കാം. 5 ml ഗ്ലിസറിൻ എടുത്തിട്ട് നമ്മൾ ഈ ഈ ചെമ്പരത്തി ഇലയുടെ പേസ്റ്റിൽ മിക്സ് ചെയ്യാം. പേസ്റ്റ് ആക്കിയിട്ട് അതിൽ മിക്സ് ചെയ്യുക. ശരിക്കും ഗ്ലിസറിൻ മിക്സ് ചെയ്തിട്ട് നമ്മൾ തലോട്ടി മുതൽ റൂട്ട്, അതുപോലെ ഹെയറിൻ്റെ റൂട്ട് മുതൽ താഴേക്ക് മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിക്കുക നമ്മൾ കേട്ടോ. തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, കൂടുതൽ നിൽക്കാൻ കുഴപ്പമില്ലാത്തവർ 1 മണിക്കൂർ നിൽക്കും. എന്നിട്ട് മുടി വാഷ് ചെയ്ത് കളയാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് മുടി എപ്പോഴും ആ ഓയിലി ഫീലിംഗ് ഉണ്ടാവും, ഡ്രൈനെസ് മാറും, ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കും. ഫ്രീസി ആയിട്ടുള്ള മുടി, കട്ട പിടിച്ചിരിക്കുന്ന ഡ്രൈനെസ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ മുടിയുടെ ടെക്സ്ചർ എങ്ങനെയായിരിക്കും എന്നറിയാമല്ലോ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി നല്ല അതുപോലെ ഈ വിന്റർ സീസണിൽ നമ്മളുടെ ഈ ഡ്രൈനെസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന, നമ്മുടെ ശരിക്കുള്ള മുടിയുടെ തിളക്കം ഉണ്ടല്ലോ, അതൊക്കെ നഷ്ടപ്പെടും നമുക്ക്. അതാണ്. അപ്പോൾ അതുപോലെ ആ സമയത്ത് കൂടുതൽ മുടി കൊഴിയാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പം നമ്മളിതിനെ ഏറ്റവും സേഫായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെയാണ്? ഈ മാസ്ക് ഉപയോഗിച്ചിട്ട് ചെമ്പരത്തി ഇല പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് 5 ml, നമുക്ക് 1-2 സ്പൂൺ ഒഴിക്കാം കേട്ടോ. 5-10 ml ഒക്കെ ആവാം. ഞാൻ 5 ml പറയുന്നത് വെച്ചാൽ തുടക്കക്കാരായിരിക്കുമല്ലോ, അപ്പം നമ്മൾ കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം അല്ലെങ്കിൽ ശീലമുള്ളവർക്കാണെങ്കിൽ 10 ml ഒക്കെ ചെയ്യാം. അപ്പോൾ എന്ത് കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ അല്പം ഇട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് അങ്ങനെയൊന്നും ഇടുന്നത്. ശരിക്കും ഇതിൻ്റെ അളവ് 1-2 സ്പൂണാണ് വേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ 10 ml ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 10 ml പറയാത്ത കാരണം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മാസ്കും ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ച് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ.
അപ്പോൾ ഇത് രണ്ടും കൂടി തലയിൽ തേച്ചിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുമ്പോൾ ഈ പിന്നെ ഗ്ലിസറിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും മുടി ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നു. മോയ്സ്ചറൈസേഷൻ കേട്ടോ, അത് ഉണ്ടാവും. പിന്നെ കൂടാതെ ഹെയർ പ്രൊമോട്ട് ചെയ്യും, ഇച്ചിനെസ് മാറും, ഡ്രൈനെസ് മാറും, മുടി എപ്പോഴും ഷൈനിങ്ങോടുകൂടി ഉണ്ടാവും. മുടിയുടെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ബ്രേക്കേജ്, ഡാമേജ്, ഇതൊക്കെ ഇല്ലാതെയായി തീരും കേട്ടോ. അതുപോലെ സ്പ്ലിറ്റ് എൻഡ് ഉണ്ടാവില്ല. എപ്പോഴും സ്പ്ലിറ്റ് എൻഡ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് മുടി എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ മുടിയുടെ ഡ്രൈ ആയിട്ട് ഇരിക്കാനുള്ള ആ അവസ്ഥയെ മാറ്റിയിട്ട് എപ്പോഴും മുടി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനുള്ള സ്കാൽപ്പും അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടിപ്പാണ് കേട്ടോ ഈ വിൻ്റർ സീസണിൽ ഈ ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഉപയോഗിക്കുന്ന ടിപ്സുകളിൽ പലതുണ്ട്. അത് കുറച്ചായിട്ട് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞല്ലോ. എല്ലാം കൂടി ഒറ്റയടിക്ക് പറയാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവനും ചെയ്തുകൊണ്ടിരിക്കട്ടെ, കുറച്ചൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ. എന്നിട്ട് വേണം അതൊന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോവാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിൻ്റർ ഇത് ഞാൻ ഇടാനിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇന്ന് സംശയം ചോദിച്ചത് വിൻ്റർ സീസണിൽ പറ്റിയ മാസ്ക് ഏതാണ്. അപ്പോൾ എന്തായാലും ഇനി അത് വെച്ച് നീട്ടി താമസിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഇന്ന് തന്നെ മാസ്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ, ചെമ്പരത്തി ഇല അരച്ചതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലിസറിൻ കേട്ടോ, ഗ്ലിസറിൻ ഒഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്ലിസറിൻ നമ്മൾ ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഗ്ലിസറിൻ അരിപ്പൊടി, ഗ്ലിസറിൻ, കടലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫേസ് പാക്കിനും ഈ ഗ്ലിസറിൻ ഉപയോഗിക്കാം കേട്ടോ. നല്ലതാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ എന്താ ഇത് നമുക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. നല്ല വഴുവഴുപ്പായിട്ടിരിക്കും. അത് കഴിയുമ്പോൾ ഇത് നല്ല തണുപ്പും ഉണ്ടാവും, മുടിക്ക് നല്ല തണുപ്പായിരിക്കും. എന്താ വിൻ്റർ സീസണിൽ ചെയ്യാൻ പറ്റിയ വേറെയും ടിപ്സ് ഉണ്ട് കേട്ടോ. അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ മുടി ഓരോ ലെയറായിട്ട് എടുത്തിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. പലർക്കും സംശയം ഉണ്ടാവാം, ഇങ്ങനെ ഡെയിലി പാക്കും മാസ്ക് ഒക്കെ ഇടാമോ, മുടിക്ക് കേടാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, നമ്മുടെ സ്വന്തം അനുഭവമാണ്, നമുക്കത് ചെയ്യാം കേട്ടോ. അങ്ങനെ യാതൊരുവിധ കേടൊന്നും ഉണ്ടാവില്ല. നമ്മളെല്ലാം നാച്ചുറലായിട്ടുള്ള ആയുർവേദ ചെടികളാണല്ലോ എടുത്ത് ചെയ്യുന്നത്, പച്ചമരുന്ന് പോലെ. അപ്പം നമുക്ക് മുടിക്കും തലയ്ക്കും ഒക്കെ ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ. എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ചെറിയ ബോട്ടിൽ വാങ്ങിച്ചാൽ മതി, നിങ്ങൾക്ക് ആവശ്യത്തിനൊക്കെ എടുക്കാം കേട്ടോ. ചെറിയ ബോട്ടിൽ മേടിച്ച് ഇതുപോലെ ഫേസ് പാക്കിന് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. റൂട്ട് മുതൽ നമുക്ക് എൻഡ് വരെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ.
ഇനി തേച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് മുടി അറ്റം വരെ പിടിപ്പിക്കാം കേട്ടോ. തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. തേച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല തണുപ്പായിരിക്കും കേട്ടോ. ചെമ്പരത്തി ഇല്ലേ, നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല ഗുണമാവും. ഓരോന്നിനും അതിൻ്റെതായ വിശേഷങ്ങളുണ്ട് അല്ലേ, സവിശേഷതയുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഗ്ലിസറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിന് പിന്നെ തലയിലുള്ള ചൊറിച്ചില് അതൊക്കെ മാറും കേട്ടോ. മാറിക്കിട്ടും. നമ്മൾ ഈ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ് ഗ്ലിസറിൻ. മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഈ ഗ്ലിസറിനും ചേർത്ത് കഴിഞ്ഞാൽ സ്കിന്നിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ കുരുക്കൾ ചൊറിച്ചിലൊക്കെ പോലുള്ളതൊക്കെ മാറിക്കിട്ടും നമുക്ക്. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. കാണിക്കുന്ന ടിപ്സൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ സോപ്പ് ഷാമ്പു ഒക്കെ നിർത്തിയവർ ഒന്ന് കമന്റ് ഇടണം കേട്ടോ, ആരൊക്കെ നിർത്തി എന്ന്. കാരണം നിങ്ങൾക്ക് മുടിക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അതിലെന്തായാലും ഒരു കെമിക്കൽ ഉണ്ടാവും, ഈ സോപ്പിലാണെങ്കിലും ശരി ഷാമ്പൂവിലാണെങ്കിലും ശരി. അപ്പം അത് നമ്മുടെ മുടി, അതും ഒന്നാമത്തെ ഈ വിന്റർ സീസണിൽ മുടിക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് ഇതും കൂടി ഉപയോഗിക്കുമ്പോൾ ഡബിൾ ആവും എന്ന് വെച്ചാൽ മുടി അത്രയും മോശപ്പെട്ടു പോകും കേട്ടോ. നശിച്ചു പോകുന്ന പോലെയാവുന്ന ആ നല്ല ഷൈനിങ്ങും എല്ലാം പോകും കേട്ടോ. അതിലെ കെമിക്കൽ ഉപയോഗം കണ്ടിട്ട് ഈ സീസണിൽ കൂടി ആവുമ്പോൾ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അതൊക്കെ ഉപേക്ഷിച്ചേക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ്, സൂപ്പറാണ്. ഇത് തേച്ച് ഓവർനൈറ്റ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നവർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണമെന്നില്ല കേട്ടോ. ഞാൻ തേക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ തേക്കുമ്പോൾ ഓവർനൈറ്റ് ഒന്നും വെക്കണമെന്നില്ല. എന്നുവെച്ചാൽ ശീലമില്ലെങ്കിൽ പിന്നെ അത് നീർപ്പിടുത്തത്തിന് കാരണമാവും കേട്ടോ. അപ്പോൾ ഡേ ടൈമിൽ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഈ പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രശ്നമുള്ളവർ രാസനാദിപ്പൊടി തിരുമാം, അല്ലെങ്കിൽ മുരിങ്ങയുടെ നീരെടുക്കാം. ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ രാസനാദിപ്പൊടി ചേർത്തിട്ട് പാക്ക് ചെയ്ത് ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. വൈകുന്നേരങ്ങളിൽ മുടി പിന്നിയിട്ട് കിടക്കാം, ഒഴിച്ചിലൊക്കെ പോകും. ഇതിന് വേണ്ടിയിട്ടാണ് ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് മുടിയുടെ ഡ്രൈനെസ് ഒക്കെ മാറി മുടി നല്ല ഹെൽത്തി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്കാൽപ്പും നല്ല ഹെൽത്തി ആവും കേട്ടോ. അപ്പം വിന്റർ സീസണിൽ എന്തുകൊണ്ടും നമ്മൾ ഈ പാക്ക്, മാസ്ക്, ഇതൊക്കെ ടിപ്സൊക്കെ ഉപയോഗിക്കുന്നു. ഇപ്പം മനസ്സിലായല്ലോ, ഈ കാരണങ്ങൾ കൊണ്ടിട്ടാണ് കേട്ടോ വിന്റർ സീസണിൽ നമ്മൾ പ്രത്യേക കെയർ ചെയ്യണം എന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മുടി എല്ലാവരും ശ്രദ്ധിക്കാം, വെള്ളം ധാരാളം കുടിക്കാം. പിന്നെ ഈശ്വരനെ എപ്പോഴും ഈശ്വര സങ്കല്പം ഉണ്ടാവണം മനസ്സിൽ കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും ഭംഗിയാവും കേട്ടോ. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നല്ലൊരു ടിപ്പുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലവർ.